ഹായ് ഫ്രണ്ട്സ്, ഋത്തൂസ് ഫുഡ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബീഫ് റോസ്റ്റാണ്. നാടൻ രീതിയിൽ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് 2 സവാളയിൽ നിന്നും പകുതി സവാള ഇപ്പോൾ ഇട്ട് കൊടുക്കാം. 4 മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, അതിൽ നിന്നും 2 മുളക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 10 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതിൽ നിന്നും ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതിൽ നിന്നും പകുതി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കഴിഞ്ഞതിന് ശേഷം കുക്കർ മൂടി വേവിച്ചെടുക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അരമുറി തേങ്ങാക്കൊത്ത് ഒരു ബൗൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തേങ്ങാക്കൊത്ത് ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഈ ഒരു ബ്രൗൺ നിറമാകുമ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ ബാക്കി എടുത്തു വെച്ചിരുന്ന ഒരു സവാള ഇട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും ബാക്കിയുണ്ടായിരുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. സവാള ചെറുതായി ഒന്ന് വാടി വരുമ്പോൾ 10 ചെറിയുള്ളി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കും. അതിനുശേഷം നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ വഴറ്റി കൊടുക്കാം. സവാള നന്നായി വഴന്നു വന്നു കഴിഞ്ഞാൽ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് പൊടികളുടെ പച്ച മണം മാറുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കാം. പൊടികളെല്ലാം മൂത്ത് വരുമ്പോൾ ഒരു തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തക്കാളിയും മസാലയും എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കാം. തക്കാളി നന്നായി ഉടഞ്ഞ് മസാലയുമായി മിക്സായത് ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മസാലയും ബീഫുമായിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിച്ച് വരണം. മസാലയും ബീഫുമായിട്ട് നന്നായിട്ട് മിക്സായി വരണം. എന്നിട്ട് തിളച്ച് വരുമ്പോൾ ഒരു മൂടി വെച്ച് അടച്ച് ഒരു 5 മിനിറ്റ് ചെറുതീയിൽ വെച്ച് വേവിച്ചെടുക്കാം. ചാറൊന്ന് കുറുകി വരുമ്പോൾ 1 ടീസ്പൂൺ ചതച്ച കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരക പൊടിയും ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പിലയും ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബീഫ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക്
ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. രുചികരമായ ബീഫ് റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.